ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുൽ രാജ്. ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത് നിവിൻ പോളി നായകനായിട്ടുന്ന പുതിയ ഈ വർഷത്തെ പുള്ളിയുടെ തന്നെ രണ്ടാമത്തെ മൂവിയായ ബേബി ഗേൾ എന്ന് പറയുന്ന മൂവിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവുക. പടത്തെ പറ്റി ആദ്യം തന്നെ പറയാനുള്ളത്, പടത്തിന്റെ ഒട്ടനവധി കാസ്റ്റിംഗ് ഉണ്ട്. കാസ്റ്റിംഗ് ലിസ്റ്റ് ആദ്യം തന്നെ പറയുന്നത് നിവിൻ പോളി, ലിജോമോൾ ജോസ്, അഭിമന്യു തിലകൻ, സംഗീത് പ്രതാപ്, ജാഫർ ഇടുക്കി, അതിഥി രവി എന്നിങ്ങനെ അടങ്ങുന്നതാണ് പടത്തിന്റെ കാസ്റ്റിംഗ് ലിസ്റ്റ് വരുന്നത്. പിന്നെ റൈറ്റിംഗ് ഡയറക്ഷനും വന്നിരിക്കുന്നത്, ഡയറക്ഷൻ അരുൺ വർമ്മയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റിംഗ് ചെയ്തിരിക്കുന്ന ബോബി ആൻഡ് സഞ്ജയ്, ഇവർ രണ്ടുപേരും കൂടിയാണ് റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ കണ്ടവർക്കറിയാം പടം എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, അവരുടെ കണ്ടന്റ് എന്താണെന്ന്. അതേ കണ്ടന്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് പോയിരിക്കുന്നത്. കഥ മുമ്പോട്ട് തുടക്കം തൊട്ട് തന്നെ ഒരുപാട് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ സീനോ ഒന്നും ഓവറായിട്ട് കാണിക്കാണ്ട് തന്നെ തുടക്കം തൊട്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്ന കണ്ടന്റ്, ആ കണ്ടന്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് തുടക്കം തൊട്ട് തന്നെ പോണത്. പിന്നെ പറയാനുള്ളത്, ഒരു മെസ്സേജും അല്ലെങ്കിൽ ഒരു മാതൃകാപരമായിട്ടുള്ള കാര്യം ഒക്കെ സൂചിപ്പിക്കുന്ന ടൈപ്പ് ഒരു മൂവിയാണിത്. അതിപ്പോ എല്ലാവർക്കും അത് കണക്ട് ആവുമെന്ന് അറിയാൻ മേല, എനിക്കത് ഫീൽ ചെയ്ത് പടം കണ്ട് ഇറങ്ങിയപ്പോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഇനി അങ്ങനെ രീതി കണക്ട് ആകുകയാണെങ്കിൽ പറയണമെങ്കിൽ, ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വർക്കായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമ്മയാവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം മഹത്തായ ഒരു കാര്യമാണ്. ഈ സിനിമയിൽ അവർ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ, ഒരു കുഞ്ഞിക്കാലി കാണാൻ ആഗ്രഹിച്ച് അത് ആ കുഞ്ഞിക്കാലി കണ്ടു കഴിഞ്ഞാൽ താനിപ്പോ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പരിഹാസവും എന്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്നും ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്ന ചൂഷണങ്ങളും എല്ലാം കുറഞ്ഞേനെ എന്ന് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ടൈപ്പ് ഒരു വിഭാഗം കാറ്റഗറി വരുന്ന ഒരു അമ്മയുടെ കഥയും, തനിക്കുണ്ടായ കുഞ്ഞിനെ താനും തന്റെ ചുറ്റുപാടുള്ളവരും തന്റെ ഫാമിലി അംഗീകരിക്കാതെ പോയി അവസാനം ഉപേക്ഷിക്കപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥ നിൽക്കുന്ന ഒരു അമ്മയുടെ കഥയും പ്രതിപാദിക്കുന്ന ഒരു മൂവിയാണിത്. പിന്നെ അഭിനയിച്ചിരിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ, സംഗീത് പ്രതാപ്, പുള്ളീനെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ശരിക്കും നമ്മൾ നല്ലപോലെ ഈ സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കും പുള്ളീനെ. ഒരു നോർമൽ കോമഡി രീതിയിലേക്കാണ് പുള്ളിനെ കണ്ടിരിക്കുന്നത്. നല്ലൊരു ഇതിൽ മെയിനായിട്ട് ചെയ്യുന്ന കഥാപാത്രം നല്ലപോലെ സീരിയസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു കഥാപാത്രമാണ് പുള്ളി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നിവിൻ പോളി ഉണ്ട്, പക്ഷെ അത് പുള്ളിയുടെ ആക്ടിങ് ലെവൽ ഇങ്ങനെയൊക്കെ കാണിച്ചു വെക്കുന്ന ടൈപ്പ് ഒരു മൂവി അല്ലല്ലോ ഇത്. അപ്പൊ അതുപോലെ തന്നെ ആ സിനിമ എങ്ങനെയാണോ കണ്ടന്റിനെ ബേസ് ചെയ്ത് തന്നെ നിവിൻ പോളി അതിനൊപ്പം പോകുന്നുണ്ട്. പക്ഷെ ഇതിൽ വേറിട്ട് നമുക്ക് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഈ സംഗീത് പ്രതാപ്, പുള്ളിയുടെ ആക്ടിങ് ആണ് ഇച്ചിരി നമ്മൾ അങ്ങനെ കാണാത്ത ഒരാളങ്ങനെ കണ്ടുകൊണ്ട് മാത്രമാണ് ഒന്ന് എടുത്തു പറയണത്. പുള്ളിയുടെ ഈ ആക്ടിങ് ലെവൽ വെച്ച് ഒന്നുകൂടി ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ട്. അതിനെപ്പറ്റി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ച് മൂവി എന്ന് എനിക്ക് പറയാനുള്ളത്. വേറെ ഒരു നോർമലി നടക്കുന്ന ഒരു കേസ് അന്വേഷണം, അതിനെപ്പറ്റി നടക്കുന്ന രീതികളൊക്കെ പോകുന്ന ഒരു ടൈപ്പ് ഒരു കുഞ്ഞു സ്റ്റോറി എന്നാണ് പറയാനുള്ളത്.